ആദ്യമായി നോക്കുന്നത് മേടക്കൂറിൽ ഉൾപ്പെടുന്ന അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നാളുകളിൽ ജനിച്ചവരുടെ ഫലമാണ്. ഇതിൽ കാർത്തിക കാൽഭാഗമാണ് മേടരാശിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നത്. ഈ നാളുകളിൽ ജനിച്ച ആൾക്കാർക്ക് ഏറെക്കുറെ നല്ല ഒരു വർഷമായിരിക്കും 2025 അനുഭവപ്പെടുക. കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുകയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷമാകും ഉണ്ടാവുക. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നിലയെ ഉറപ്പിച്ചിട്ടുള്ള കുട്ടികൾക്ക് പഠിപ്പിൽ കുറെ ശ്രദ്ധ പതിപ്പിക്കുന്ന ആവശ്യമുണ്ടാകും. സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും സ്ഥിര വരുമാനക്കാരായി ജോലി ചെയ്യുന്നവരുടെ കാര്യങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം ഇവയെല്ലാം ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ വർഷത്തിൽ അതിനുള്ള സാധ്യത കുറയാനാണ് ഇടവരിക.